കേരള സർവകലാശാല ക്യാമ്പസിലുള്ള യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ സണ്ണി ലിയോണിന്റെ സ്റ്റേജ് പ്രോഗ്രാം നടത്താനുള്ള തീരുമാനം വലിയ വിവാദമായിരുന്നു. ഒടുവിൽ VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ സണ്ണി ലിയോണിന്റെ പ്രോഗ്രാം തടഞ്ഞിരിക്കുന്നു. ഇത് സംബന്ധിച്ച നിർദ്ദേശം രജിസ്ട്രാർക്ക് നൽകി. ജൂലൈ 5-നാണ് സണ്ണി ലിയോണിന്റെ പ്രോഗ്രാം നടത്താൻ കോളേജ് യൂണിയൻ തീരുമാനിച്ചിരുന്നത്. പുറമേ നിന്നുള്ള പ്രോഗ്രാമിന് സർവകലാശാലയുടെ അനുമതി വാങ്ങിയിരുന്നില്ല എന്നാണ് വിശദീകരണം. VV അരുൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അരുൺ, രണ്ട് സംഭവമുണ്ട്. ഒന്ന്, ഈ പ്രോഗ്രാം നടത്താൻ സർവകലാശാലയുടെ മുൻകൂർ അനുമതി വാങ്ങിയിരുന്നില്ല. മുൻപ് ഈ സമീപ നാളുകൾക്ക് മുമ്പുണ്ടായ പല സംഭവങ്ങളും, കുസാറ്റിലെ സ്റ്റേജ് ഷോയ്ക്കിടെ ഉണ്ടായ വലിയ ദുരന്തം, തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലുണ്ടായ ദുരന്തം, ഇതൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ചും സണ്ണി ലിയോണി പങ്കെടുക്കുന്ന പരിപാടിയിൽ വലിയ ആൾക്കൂട്ടമുണ്ടാകാം, ഒരുപക്ഷെ ഇത്തരം ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാം. അത് മുന്നിൽ കണ്ടാണോ ഈ പ്രോഗ്രാം തടഞ്ഞിരിക്കുന്നത്, അതോ ഈ പോൺ ആക്ട്രസ് എന്ന രീതിയിൽ വിവാദത്തിലുള്ള, അല്ലെങ്കിൽ പോൺ ആക്ട്രസ് എന്ന ഒരു വിശേഷണമുള്ള സണ്ണി ലിയോണിയുടെ പരിപാടി അതുകൊണ്ടാണോ, അവർ പോൺ ആക്ട്രസ് ആണ് എന്നതുകൊണ്ടാണോ തടഞ്ഞത്? ജൂലൈ 5-നാണ് സണ്ണി ലിയോണിയുടെ പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ചിരുന്നത്. കേരള സർവകലാശാല ക്യാമ്പസിലുള്ള യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് അവരുടെ ഒരു സ്റ്റേജ് ഷോ ഫസ്റ്റ് ടൈം എവർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ആൻ എഞ്ചിനീയറിംഗ് കോളേജ് എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജ് കാര്യവട്ടത്ത് അവർ ഇത്തരമൊരു പരിപാടി തീരുമാനിച്ചത്. ഇത് സർവകലാശാലയെ അറിയിച്ചിട്ടില്ലെന്നാണ് VC പറയുന്നത്. സർവകലാശാല ക്യാമ്പസിലുള്ള യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥികളാണ് ഈ പരിപാടി നടത്താൻ തീരുമാനിക്കുകയും അതിന്റെ അറിയിപ്പുകൾ വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം മുതൽ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ VC അത് തടഞ്ഞുകൊണ്ട് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. കോളേജ് യൂണിയൻ ഇത്തരമൊരു പരിപാടി, പുറമേ നിന്നുള്ള ആരുടെയെങ്കിലും പരിപാടി നടത്താൻ സർവകലാശാലയുടെ അനുമതി വാങ്ങിയിട്ടില്ല. തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും അതിനുശേഷം കുസാറ്റിലുമൊക്കെ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച പരിപാടി കുസാറ്റിൽ വിദ്യാർത്ഥികളുടെ മരണത്തിന് വരെ ഇടയാക്കിയ സംഭവമാണ്. അതിനുശേഷമാണ് പുറമേ നിന്നുള്ള DJ പാർട്ടികളും സംഗീത നിഷേധം തുടങ്ങിയവ ക്യാമ്പസിൽ നടത്തുന്ന സർക്കാർ കർശനമായി നിരോധിച്ചത്. നേരത്തെയും ഇത് നിരോധിച്ചുള്ള ഉത്തരവ് ഉന്നത വിദ്യാഭ്യാസവും പുറത്തിറക്കിയിരുന്നുവെങ്കിലും അത് പലപ്പോഴും പാലിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സണ്ണി ലിയോണിന്റെ പരിപാടി ഈ രീതിയിൽ നടത്തുന്നത് തടഞ്ഞുകൊണ്ട് VC നിർദ്ദേശം നൽകിയിരിക്കുന്നത്. യാതൊരു കാരണവശാലും വിദ്യാർത്ഥികൾ ഇത്തരം പരിപാടികൾ ക്യാമ്പസിലോ പുറത്തോ യൂണിയന്റെ പേരിൽ സംഘടിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന കർശന നിലപാട് സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ സ്വീകരിക്കുന്നു. സണ്ണി ലിയോണിയുടെ പരിപാടി സ്വാഭാവികമായും സൂചിപ്പിച്ച പോലെ വലിയ തിരക്കുണ്ടാകാൻ, അതൊരു പക്ഷേ വിദ്യാർത്ഥികൾ ടിക്കറ്റ് വെച്ച് പ്രദർശനം നടത്തിയാൽ പോലും അതിനപ്പുറത്തേക്ക് ആളുകൾ എത്താൻ സാധ്യത. നമ്മൾ ഇടയ്ക്ക് കൊച്ചിയിലെ കണ്ടതാണ്. സണ്ണി ലിയോണി വരുമ്പോഴുള്ള ജനക്കൂട്ടത്തിന്റെ ഒരു ആവേശവും ജനക്കൂട്ടം തടിച്ചുകൂടുന്നതൊക്കെ നമ്മൾ കൊച്ചിയിൽ പലപ്പോഴും കണ്ടതാണ് ഒരു തവണ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിയന്ത്രിക്കാൻ കഴിയാത്ത ആൾക്കൂട്ടമായി അത് മാറും എന്ന വിലയിരുത്തൽ സർവകലാശാലയ്ക്ക് VCക്കുണ്ട്. അതുകൊണ്ടാണ് അത് തടഞ്ഞത്. മറ്റു കാരണങ്ങളൊന്നും VCയുടെ ഈ സർക്കുലറിൽ പറയുന്നില്ല. പക്ഷേ യൂണിയന്റെ നിലപാട് എന്തായിരിക്കും? VC ഇങ്ങനെ യൂണിയനുമായി ചർച്ച ചെയ്ത ശേഷമാണോ ഈ പ്രോഗ്രാം തടഞ്ഞിരിക്കുന്നത്? ഈ പ്രോഗ്രാം ഇനി നടത്തില്ല എന്ന് തന്നെ യൂണിവേഴ്സിറ്റി അധികൃതർ നിലപാട് ഘടിപ്പിക്കുമ്പോൾ അത് മറികടന്നുകൊണ്ട് കോളേജ് യൂണിയൻ ഒരു നടപടിയിലേക്ക് നീങ്ങുമോ അരുൺ? അത് വ്യക്തമായിട്ട് അല്പസമയം മുമ്പാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നത്. യൂണിയന്റെ പ്രതികരണം ഇനിയും തേടേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും VC തടഞ്ഞാൽ അതുമായി മുന്നോട്ട് പോവുക അത്ര എളുപ്പമല്ല. ക്യാമ്പസിനകത്തായാലും പുറത്തായാലും ഈ വിദ്യാർത്ഥി യൂണിയന്റെ പേരിൽ ഇത്തരം ഒരു പരിപാടി നടത്താൻ പാടില്ല എന്ന കർശന നിർദ്ദേശമാണ് VC നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റേതെങ്കിലും സംവിധാനം ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് നടത്താൻ കഴിയുമോ, അല്ലെങ്കിൽ സ്വാഭാവികമായും ബാനർ അവർ ഉപേക്ഷിക്കേണ്ടി വരും. യൂണിയന്റെ പേരിൽ നടത്താൻ ഉള്ള അവസരം ഉണ്ടാകില്ല. അതിനു പകരം മറ്റേതെങ്കിലും ബാനറിന്റെ കീഴിൽ അവർ നടത്തേണ്ടി വരും. അത്തരം പ്രതികരണങ്ങളൊക്കെ വൈകാതെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും VC തടഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യൂണിയന്റെ പേരിൽ സർവകലാശാല ക്യാമ്പസിനകത്തോ പുറത്തോ നടത്താൻ പാടില്ല. നേരത്തെ കുസാറ്റിലേക്ക് മറ്റുമുണ്ടായ ദാരുണമായ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് VC ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന് മറ്റു മാനങ്ങൾ ഈ ഘട്ടത്തിൽ കൽപ്പിക്കാൻ കഴിയില്ല. ഏതായാലും വിദ്യാർത്ഥികൾ ഇതിനെതിരെ സ്വാഭാവികമായി വലിയ പ്രചരണം നടത്തിയിരുന്നു. വലിയ ചെലവുള്ള പരിപാടിയാണ്. സണ്ണി ലിയോണിയുടെ ഇത്തരത്തിൽ ഡേറ്റ് ലഭിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നല്ല ചിലവേറിയ ഒരു പരിപാടിയാണ്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അവർ ഏത് തരത്തിലാണ് ഇതിനെ മറികടക്കുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. വ്യക്തമാണ്. VV അരുണാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. കേരള സർവകലാശാല ക്യാമ്പസിലുള്ള യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ
സണ്ണി ലിയോണിന്റെ സ്റ്റേജ് പ്രോഗ്രാം നടത്തുന്നതാണ് VC തടഞ്ഞിരിക്കുന്നത്. സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയ